ഇന്ന് നമ്മൾ ജിലേബിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഉഴുന്ന് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് ഒരു നൂൽ പരുവാകുന്നത് വരെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു നൂല് പോലെ ആയിട്ട് വരണം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഷുഗർ സിറപ്പ് തണുത്ത് വരുന്ന സമയത്ത് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നാരങ്ങാനീര് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്ക് ആദ്യം നന്നായിട്ട് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. നമുക്കാദ്യം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വിധത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഉഴുന്നായതുകൊണ്ട് തന്നെ അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പം മുഴുവനും ഒന്നിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആകരുത്. നമ്മുടെ മാവ് നമുക്ക് കട്ടിയായിട്ട് വേണം. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് ലൂസാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം, ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ വേണം നിങ്ങൾ ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു അരച്ചെടുത്ത ഉഴുന്നിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയും കോൺഫ്ലോറും ആണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ അരിപ്പൊടിയും കോൺഫ്ലോറും ഉപ്പും എല്ലാം നന്നായിട്ട് ഈ ഉഴുന്നിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ ചേർക്കണം. ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു മാവ് കളർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഗ്ലാസ്സിൽ ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു മാവ് ഈ ഒരു ബാഗിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഒരു മാവ് ഇതിലേക്ക് നിറച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ചൂടാക്കി എടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കാം. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജിലേബി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം 2-3 തവണ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 3-4 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു പരന്ന പാത്രം എടുക്കുക. അപ്പോഴാണ് നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുക. ഇതിങ്ങനെ ചുറ്റിച്ച് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ജിലേബിയാണ് വേണ്ടതെങ്കിൽ ഇത് ഫ്രൈ ആയ ഉടനെ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അതല്ല കുറച്ച് ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം തന്നെ സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ജിലേബി പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ കുറച്ച് തണുത്തിട്ടാണുള്ളത്. നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഈ ഒരു ജിലേബി ഇട്ട് കൊടുത്താൽ മാത്രമേ ജിലേബിൻ്റെ ഉള്ളിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് ജിലേബി ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം.
ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇത് കുറച്ച് സമയം ഇട്ട് വെക്കാം. നമ്മൾ അടുത്തത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വരെ നമുക്ക് ഈ ഒരു ജിലേബി ഈ ഒരു ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇപ്പോൾ ജിലേബിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു ജിലേബിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.